നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. അതിഥി സൽക്കാരത്തിൽ അതീവ താൽപ്പര്യമുള്ള രാജാവായിരുന്നു സുഹോത്രൻ. ചന്ദ്രവംശത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് ഇന്ദ്രൻ സുവർണം വർഷിച്ചു. നദികളിലെല്ലാം സുവർണ മത്സ്യങ്ങളെ വാരിവിതറി. എന്നാൽ സുഹോത്രനാകട്ടെ അവയെല്ലാം ശേഖരിച്ച് ബ്രാഹ്മണർക്ക് ദാനം നൽകുകയും ചെയ്തു. ഉദ്യത്തോടി ദിവാകരാഭമനിശം ശംഖം ഗദാം പങ്കജം ചക്രം ബിഭ്രതമിന്ദിരാവസുമതീ സംശോഭിപാർശ്വദ്വയം കോടീരാം ഗദഹാരകുണ്ടലധരം പീതാംബരം കൗസ്തുഭോ ദീപ്തം വിശ്വധരം സ്വവക്ഷസിലസത് ശ്രീവത്സഛിന്നം ഭജേ. ചൂതിൽ തോറ്റ് വനവാസത്തിനു പോയ നളൻ ദമയന്തിയെ കാട്ടിലുപേക്ഷിച്ചു. ദമയന്തി നിരാശ്രയായി ഒരു സാർത്തവാഹ സംഘത്തോടുകൂടി ചേതി രാജ്യത്ത് ചെന്ന് അവിടെ രാജകൊട്ടാരത്തിൽ പാർത്തു. അന്ന് ദമയന്തിയെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ചേതി രാജപത്നിയാണ് സുനന്ദ. ഈ 101 നാഡികളിൽ പ്രധാനപ്പെട്ട ഒരു നാഡിയാണ് സുഷുമ്ന. ആ സുഷുമ്ന നാഡിയിലൂടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ പ്രാണൻ നമ്മളെ എത്തിപ്പിക്കുന്നു. ഏത് തരത്തിലുള്ള കർമ്മമാണോ ചെയ്തത് ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഉദാനം നമുക്ക് നൽകുന്നു. ഉദാനം അതിലൂടെ മുകളിലേക്ക് പോകുന്നു. സുഷുമ്നയിലൂടെ മുകളിലേക്ക് പോയി
സൽപ്രവൃത്തികൾ ചെയ്താൽ സൽപ്രവൃത്തികൾക്ക് ആശ്രയമായ സ്ഥാനത്തെ പ്രാപിക്കാൻ കഴിയുന്നു. പുണ്യപ്രവൃത്തികൾക്ക് പുണ്യസ്ഥാനം കിട്ടുന്നു. പാപമാണ് ചെയ്യുന്നതെങ്കിലോ പാപത്താൽ പാപത്തെ പ്രാപിക്കുന്നു, പാപലോകത്തെ പ്രാപിക്കുന്നു, പാപ അവസ്ഥയെ പ്രാപിക്കുന്നു. രണ്ടിൻ്റെയും ഒരു മധ്യത്തിലാണ് നിൽക്കുന്നത്. പുണ്യമുണ്ട്, കുറേ പാപമുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ലോകത്തിൽ തന്നെ ഇരിക്കുന്നു. കൂടുതൽ പുണ്യം ചെയ്താൽ ഊർധ്വലോകത്തിലേക്ക്, മുകളിലുള്ള സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മുകളിൽ വേറെ ഏതെങ്കിലും ലോകമുണ്ടോ? ഒരു ചോദ്യമാണ്. മുകളിൽ എന്ത് ലോകമാണുള്ളത്? ചില ആളുകളൊക്കെ ഈ ഈശ്വരനെ സ്തുതിക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുന്നത് കാണാം. ഈശ്വരൻ മുകളിലിരിക്കുന്ന ഒരു ശക്തി എന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഉപനിഷത്തിൽ ഈശ്വരൻ മുകളിലാണെന്നൊന്നും പറയുന്നില്ല. ഈശ്വരൻ മുകളിലുമുണ്ട്, ഈശ്വരൻ താഴത്തുമുണ്ട്, ഈശ്വരൻ എല്ലാ ദിക്കിലുമുണ്ട്. ഊർധ്വലോകത്തിലേക്ക് എത്തുക, മുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞ അർത്ഥം സദവസ്ഥയെ, നല്ല അവസ്ഥയെ പ്രാപിക്കുന്നു താല്പര്യം. ഇവിടെ തന്നെ ഇരുന്ന് നമ്മൾ നല്ല കർമ്മം ചെയ്താൽ നല്ല അവസ്ഥയെ പ്രാപിക്കുന്നു, ശ്രേഷ്ഠമായ സ്ഥാനത്തിലേക്ക് എത്തുന്നു. ഒരിക്കലും ദുഃഖഗതിയെ, ദോഷഗതിയെ പ്രാപിക്കില്ല എന്ന് സാരം. ദുഷ്കർമ്മം ചെയ്താൽ ഈ ഉദാനൻ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്? ഈ ജന്മത്തിൽ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്തു, കുറേയൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഇനി കുറേ ബാക്കിയുണ്ടെങ്കിലോ അതിന് പറ്റുന്ന അവസരത്തിൽ, പറ്റുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ പോയി ജനിക്കുന്നു. അതായത് കർമ്മസിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ഇപ്പം നമുക്ക് ലഭിക്കുന്ന ദുഃഖത്തിനും നമുക്ക് ലഭിക്കുന്ന സുഖത്തിനും എല്ലാറ്റിനും കാരണം ആണ് സിദ്ധാന്തം പറയുന്നത്. മറ്റാരുമല്ല, മറ്റാരെങ്കിലും നമ്മളെ ദുഃഖിപ്പിക്കുന്നുമില്ല, സുഖിപ്പിക്കുന്നുമില്ല. എല്ലാ ദുഃഖത്തിനും എല്ലാ സുഖത്തിനും കാരണം ഞാൻ തന്നെ, എൻ്റെ കർമ്മങ്ങൾ തന്നെ. ഇതൊരിക്കലും ജാതീയത ഉണ്ടാക്കിയെടുക്കാൻ, ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. നല്ല കർമ്മം ചെയ്താൽ നല്ല ജാതിയിൽ ജനിക്കാൻ കഴിയും. അങ്ങനെ ഏത് മനുഷ്യനോടും പറയുന്നുണ്ട്, ഉയരാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം പിന്നെ അവിടെ ജാതിക്കൊന്നും യാതൊരു പ്രസക്തിയും വരുന്നില്ല. നല്ല കർമ്മം ചെയ്താൽ നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു. നല്ല സ്ഥാനം വെച്ചാൽ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവർ മാത്രമാണ്, അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നല്ല അവസ്ഥയെ, നല്ല സംവിധാനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ദുഷ്കർമ്മം ചെയ്താലോ ദോഷകരമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ഇതെങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഉദാനനാണ് നമ്മെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഉദാനം മുകളിലൂടെ, സുഷുമ്നയിലൂടെ മുകളിലൂടെ മൂർധാവ് ഭേദിച്ച് അങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് എത്തുന്നതിന് കാരണമാവുന്നു. സൽപ്രവൃത്തിയിലൂടെ ഉയരാനും കാരണം ഈ ഉദാനനാണ്. താഴ്ത്തുന്നത് എന്താണ്? അതും ഉദാനം തന്നെയാണ്. രണ്ടിനെയും നയിക്കുന്നത് ആരാണ്? ഈ അവസ്ഥകളിലേക്കൊക്കെ നമ്മെ നയിക്കുന്നത് ഉദാനനാണ് എന്ന് ഇവിടെ പറയാം. വീണ്ടും ഈ പ്രാണവൃത്തികളുടെ, പ്രാണൻ, അപാനൻ തുടങ്ങിയ വൃത്തികളുടെ ദേവത, അതിദൈവഭാവത്തെ, അതിദേവതാഭാവത്തെയാണ് തുടർന്ന് വിസ്തരിക്കുന്നത് 8ാം മന്ത്രം മുതൽക്ക്. എന്താ അവിടെ പറഞ്ഞത്? ആദിത്യോഹവൈ ബാഹ്യപ്രാണ ഉദയത്യേഷ ഹ്യേനം ചാക്ഷുഷം പ്രാണം അനുഗൃഹാന. പ്രാണൻ നമ്മളിലുമുണ്ട്, ശരീരത്തിലുമുണ്ട്, പുറമേ ഉണ്ട്, പ്രപഞ്ചത്തിലുമുണ്ട്. അപ്പം പ്രപഞ്ചത്തിൽ അതിദേവതാഭാവത്തിൽ, സൂര്യഭാവത്തിലായിട്ടിരിക്കുന്നത് പ്രാണൻ തന്നെ. നമ്മൾ ആദ്യമേ പറഞ്ഞു. ആ പ്രാണൻ എന്തു ചെയ്യുന്നു? നമ്മുടെ നേത്രത്തെ, നേത്രേന്ദ്രിയത്തെ അനുഗ്രഹിക്കുന്നു. ചാക്ഷുഷാം പ്രാണം അനുഗൃഹാന, കണ്ണിൻ്റെ മുകളിലുള്ള ആ പ്രാണനെ അനുഗ്രഹിക്കുന്നു. സൂര്യൻ പരമമായ പ്രാണൻ, ദേവതാഭാവത്തിലിരിക്കുന്ന പ്രാണൻ നമ്മുടെ നേത്രേന്ദ്രിയത്തെ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാഴ്ച സാധിക്കുന്നു. ഓരോന്ന് കാണാൻ കഴിയുന്നത് ഈ സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പൃഥിവ്യാം യാ ദേവത സൈഷാ പുരുഷസ്യ അപാനം അവഷ്ടഭ്യ അന്തര യദാകാശഃ സ സമാനോ വായുർവ്യാനഃ. പൃഥിവ്യാം യാ ദേവത സൈഷാ പുരുഷസ്യ അപാനം അവഷ്ടഭ്യ അന്തര. പൃഥിവ്യാം യാ ദേവത, പൃഥിവ്യഭിമാനിയായ ദേവത, പൃഥ്വ്യഭിമാനിയായ ദേവത, അഗ്നിദേവത, പൃഥിവ്യഭിമാനിയായ ദേവത, സ ഏഷ പുരുഷസ്യ അപാനം അവഷ്ടഭ്യ അന്തര. അപാനവായുവിനെ കീഴ്പോട്ടേക്ക് ആകർഷിക്കുന്നു. ഇവിടെ പറയാണ്, അപാനൻ്റെ, അപാനവൃത്തിയെ അവഷ്ടംഭിപ്പിച്ചുകൊണ്ട്, കീഴ്പോട്ട് ആകർഷിപ്പിച്ച് വശീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരു വിഷയം വളരെ സ്പഷ്ടമായി പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറഞ്ഞു തരുന്നത്? പൃഥിവ്യാം അഭിമാനീനി യാ ദേവത പ്രസിദ്ധ, പൃഥിവ്യാം അഭിമാനീനി യാ ദേവത പ്രസിദ്ധ, സൈഷ പുരുഷസ്യ അപാനം
അപാനവൃത്തിം അവഷ്ടഭ്യ ആകർഷ്യ. പൃഥിവ്യഭിമാനിയായ ദേവത, ആ ദേവത മനുഷ്യൻ്റെ അപാനവൃത്തിയെ അവഷ്ടഭ്യ ആകർഷിപ്പിച്ച് വശീകരിച്ച് ഏവ അപകർഷണേന അനുഗ്രഹം കുർവതി ആകർഷിച്ച് കീഴ്പോട്ട് തന്നെ പിടിച്ചു നിർത്തുന്നു, മേൽപോട്ട് പോവാതെ പിടിച്ചു നിർത്തുന്നു. ഭൂമ്യഭിമാനിയായ ദേവത മനുഷ്യനെ കീഴ്പോട്ട് പിടിച്ചു നിർത്തുന്നു, അപാനവായുവിനെ ആകർഷിച്ച് മുകളിലേക്ക് പൊങ്ങാതെ കീഴ്പോട്ട് പിടിച്ചു നിർത്തുന്നു. ഭഗവാൻ ദക്ഷോ ദുഹിത്ര വത്സല. പതഞ്ജലി മഹർഷിയാൽ എഴുതപ്പെട്ടിട്ടുള്ള ദർശനശാസ്ത്രമായ യോഗം സൂത്രരൂപത്തിലാണുള്ളത്. സൂത്രങ്ങൾക്ക് ഭോജദേവൻ, വാചസ്പതിമിത്രൻ, നാഗോജി ഭട്ടൻ, വിജ്ഞാന ഭിക്ഷു എന്നിവർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഭഗവാൻ ദക്ഷോ ദുഹിത്ര വത്സല. കം വ്രണീത വരം വത്സ ഇത്യപൃച്ഛത ന പൃഥക്. ഭഗവാൻ ദക്ഷോ ദുഹിത്ര വത്സല. കം വ്രണീത വരം വത്സ ഇത്യപൃച്ഛത ന പൃഥക്. പുരാ പിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിതവത്സല കം വൃണീത വരം വത്സ ഇത്യപൃച്ഛത ന പൃഥക്. ഇവിടെ അതെ ദിതികശ്യപ സംവാദം തുടരുകയാണ്. സന്ധ്യാസമയത്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനനിരതനായിട്ടിരിക്കുന്ന കശ്യപ പ്രജാപതിയോടാണ് ദിതി കുറേ കാര്യങ്ങൾ പറയണത്. അപ്പോൾ ദിതി അത് തുടരുകയാണ്. ദിതി പറയുകയാണ്, ദക്ഷോ ദുഹിതവത്സല, ഞങ്ങളുടെ പിതാവായിരുന്നു ആര്? ദക്ഷൻ. ആ ദക്ഷൻ്റെ ഒരു ഗുണമാണ് ദുഹിതൃവാത്സല്യം ഉണ്ടായിരുന്നു. ദുഹിത പറഞ്ഞാൽ മകൾ എന്നർത്ഥം. എൻ്റെ അച്ഛൻ ഒരുപാട് പെൺകുട്ടികളായിരുന്നു. 60ഓളം പെൺകുട്ടികളാണ് ഈ ദക്ഷ പ്രജാപതിക്ക് ഉണ്ടായിരുന്നത്. എല്ലാ പെൺകുട്ടികളോടും ഈ അച്ഛന് നല്ല വാത്സല്യമുണ്ടായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ദിതി പറയുന്നത്. ഒരു മകളങ്ങനെ പറയണമെങ്കിൽ അല്ലേ ആ അച്ഛൻ്റെ ഭാഗ്യം നോക്കൂ. അപ്പോൾ ദക്ഷോ ദുഹിതൃവത്സല, എല്ലാ പെൺകുട്ടികളോടും നല്ല ഇഷ്ടമായിരുന്നു, നല്ല ബഹുമാനമായിരുന്നു, നല്ല വാത്സല്യമായിരുന്നു. ആർക്ക്? ഞങ്ങളുടെ പിതാവായിരുന്ന ദക്ഷന്. അപ്പോൾ പുരാ പിതാ നോ ഭഗവാൻ ദക്ഷ, ദക്ഷനെ ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് ആര്? ദിതി ചെയ്യുന്നത് അല്ലേ. എല്ലാവരെയും ഒന്നും ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കാറില്ല. അപ്പോൾ തൻ്റെ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം ദിതി പറയുന്നു, എൻ്റെ അച്ഛൻ ശരിക്കും ആരായിരുന്നു? ഭഗവാൻ തന്നെയായിരുന്നു. ഭഗവാനുള്ള ഗുണങ്ങളൊക്കെ ആർക്കുണ്ടായിരുന്നു? എൻ്റെ അച്ഛനുണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ദക്ഷ എന്ന് പറയുന്നത്. പുരാ പറഞ്ഞാൽ പണ്ട് എന്നർത്ഥം. പിതാ നോ നഹ പിതാ, ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ദക്ഷൻ പണ്ടൊരിക്കൽ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു. അപൃച്ഛത പറഞ്ഞാൽ ചോദിച്ചു. എന്താ ചോദിച്ചത് മറ്റൊന്നുമല്ല, അല്ലയോ കുട്ടികളെ, നിങ്ങൾക്കൊക്കെ വിവാഹപ്രായമായ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇനി അച്ഛനൊരു ഭർത്താവിനെ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി എന്ത്? അയ്യയ്യ, അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചത്. ഞാൻ വിചാരിക്കുന്ന ഗുണങ്ങളൊന്നും ഇദ്ദേഹത്തിനില്ല. എനിക്ക് വേറെ ആരെങ്കിലും ഭർത്താവായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെയൊന്നും നിങ്ങൾ ഭാവിയിൽ പരിതപിക്കരുത് എന്നാര് വിചാരിച്ചു? ഞങ്ങളുടെ അച്ഛനായ ദക്ഷൻ പ്രജാപിച്ചു.
ദക്ഷൻ അങ്ങനെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ വിചാരിച്ചിട്ട്, അച്ഛൻ ഞങ്ങളോട് 60 പെൺകുട്ടികളാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അച്ഛന്. ഞങ്ങൾ ഓരോരുത്തരെയും പൃഥക്ക് പറഞ്ഞാൽ വേറെ വേറെ എന്നർത്ഥം, ഓരോരുത്തരെയും വേറെ വേറെ വിളിച്ച് അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആരെയെങ്കിലും ഭർത്താവായിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എന്ത് നല്ലൊരു അച്ഛനല്ലേ. ഇന്നത്തെ കാലത്ത് ശരിക്കും പെൺകുട്ടികൾ കൊതിക്കണം. എന്തിന്? ഇങ്ങനൊരു അച്ഛനെ കിട്ടാൻ. അപ്പോൾ അച്ഛൻ ഓരോരോ 60 പെൺകുട്ടികളെ ഓരോരുത്തരെയും അടുത്ത് വിളിച്ച് എല്ലാവരോടും ചോദിച്ചതല്ല കേട്ടോ. എന്താ എല്ലാവരോടും ചോദിക്കാതെ ഇരുന്നത്? 60 പെൺകുട്ടികൾ ഒന്നിച്ചിരുത്തി നിങ്ങൾക്കാര്യ വിവാഹം കഴിക്കേണ്ടത് ചോദിച്ചാൽ മറ്റ് സഹോദരിമാരുടെ ഒപ്പമിരുന്ന് അവർ കേൾക്കെ പറയാൻ മടിയുണ്ടാവും, അല്ലേ? മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിലും പറയാൻ മടിയുണ്ടാവും. അതുകൊണ്ടാണ് ദക്ഷൻ എന്ത് ചെയ്തത്? 60 പെൺകുട്ടികളെയും പൃഥക്ക് വേറെ വേറെ വിളിച്ച് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ, വിവാഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ എന്താണ്? അതൊക്കെ എനിക്ക് അറിയണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ വേണം നിങ്ങൾ സ്വീകരിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ആ പുത്രിമാരെ അടുത്ത് വിളിച്ച് വരുത്തി പറഞ്ഞ ആളാണ് ദക്ഷ പ്രജാപതി. അപ്പോൾ ദക്ഷ പ്രജാപതിക്ക് ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ടല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ അച്ഛനും ഓരോ അമ്മയ്ക്കും ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. മക്കളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ പറയുക, തുറന്ന് സംസാരിക്കുക എന്ന് പറയില്ലേ. ഇന്നത്തെ കാലത്ത് പല വീടുകളും നടക്കണില്ല. പല വീടുകളിലും അച്ഛനമ്മമാരും മക്കളും കൂടി ഒന്നിച്ചിരുന്ന് കുടുംബകാര്യങ്ങളോ വിവാഹ കാര്യങ്ങളോ ചർച്ച ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിൻ്റെ ദോഷങ്ങളോ ഒക്കെ നമ്മുടെ നാട്ടിൽ പല പല കുടുംബങ്ങളിലും കാണാനുണ്ട്. ഇപ്പോൾ ദിതി പറയുന്നതിനൊക്കെ കാര്യമുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ദിതി പറയുകയാണ്, ആരോടാ പറയണത്? സ്വന്തം ഭർത്താവിനോട് പറയുകയാണ്. പണ്ട് ഞങ്ങൾക്കൊക്കെ വിവാഹപ്രായമായ കാലത്ത് ഞങ്ങളുടെ അച്ഛനായ ദക്ഷൻ ഞങ്ങളെല്ലാവരെയും വേറെ വേറെ വിളിച്ചിരുത്തി, അത് കഴിഞ്ഞ് ഒന്നിച്ച് വിളിച്ചിരുത്തി ഞങ്ങളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ പുരാപിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിതൃവത്സലഃ കം വൃണീത വരം വത്സാഹ. ഓരോരുത്തരോടും ചോദിച്ചു, കം വൃണീത വരം, നിങ്ങൾ ആരെയാണ് ഭർത്താവായിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത്? ഇത്യപൃച്ഛത നഹ പൃഥക്. അപ്പം അങ്ങനെ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ മനസ്സ് തുറന്ന് ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഞങ്ങൾ ആരോട് പറഞ്ഞു? അച്ഛനോട് പറഞ്ഞു. അച്ഛൻ്റെ കൂടെ ആരുമുണ്ട്? അച്ഛനൊറ്റയ്ക്കല്ല, അച്ഛൻ്റെ കൂടെ അമ്മയുണ്ട്. അച്ഛൻ വേറെ വേറെ വിളിച്ച് ചോദിച്ചു, അതിൻ്റെ അർത്ഥം അമ്മയും ഞങ്ങളെ വിളിച്ച് ചോദിച്ചു എന്നാണ്. അപ്പോൾ അമ്മയും ഞങ്ങളെ വിളിച്ച് ചോദിച്ചു, പിന്നെ രണ്ടുപേരും കൂടി വന്ന് ചോദിച്ചു. ഇങ്ങനെ പലതവണ ഞങ്ങളോട് വിവാഹത്തെ പറ്റിയുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ ചോദിച്ച് അച്ഛനും അമ്മയും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ വിവാഹത്തെപ്പറ്റി നടന്ന എല്ലാ ചർച്ചകളെപ്പറ്റിയും മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴാണ് ദിതി ആരോട് പറഞ്ഞത്? തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപ പ്രജാപതിയോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ടതാണ്, പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതാണ്. തനിക്കൊരു മകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തനിക്കൊരു മകളുണ്ടെങ്കിൽ അമ്മയും അതുപോലെ അച്ഛനും എന്ത് ചെയ്യണം? വിവാഹ കാര്യങ്ങളെ പറ്റിയൊക്കെ അവരോട് ഒരു തവണയല്ല പല തവണ അവരോടിരുന്ന് ചർച്ച ചെയ്തിട്ട് വേണം വിവാഹമാകുന്ന ഒരു സംസ്കാരം നമ്മൾ ചെയ്യാൻ അർത്ഥം. ഇത്രയൊക്കെ ചിന്തിക്കേണ്ട ശ്ലോകമാണ് ഇപ്പോൾ ദിതി പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകം. രഘുനന്ദന ഭക്തചന്ദന രാമവന്ദനമു രഘുനന്ദന സേതുബന്ധന ഭക്തചന്ദന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ sandhyadipam@amrutatv.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
सन्ध्या